വെൽക്കം എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചാർട്ട് ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചാർട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചാർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അതേ പല പാറ്റേൺസ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പലവട്ടം പല കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൽ എക്സ്പേർട്ട് ആകാൻ പറ്റുന്നതെന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്കും ചാർട്ടൊക്കെ വരച്ച് അടിപൊളിയായിട്ട് നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. പ്രത്യേകിച്ച് പ്രൈസ് ആക്ഷൻ നന്നായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല രീതിയിൽ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ അദാനി പോർട്ടിൻ്റെ ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരിക്കലും വിചാരിക്കല്ല ചാർട്ട് ഇത്ര ഉള്ളതെന്ന്. കാര്യം നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തെടുത്തേക്കുക. നമുക്കത് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കാണാനും ഒരു രസമായിരിക്കും. അപ്പം നമ്മുടെ ഇത്രയും ഒരു ചെറിയൊരു ഏരിയ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2024 വരെ ഉള്ള, അതായത് നമ്മളിപ്പോൾ ചെറിയൊരു ഏരിയ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 2024 വരെയുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചാർട്ട് വെച്ച് നോക്കാം. അതിലിപ്പോൾ അദാനി പോർട്ട് എന്നുള്ള സംഭവം കാര്യങ്ങളെല്ലാം വിടുക. പ്രൈസ് ആക്ഷൻ്റെ ഒരു പവർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മൾ ഈ വരച്ച് നോക്കുന്നതിലായിരിക്കട്ടെ നമ്മളൊരു ചാർട്ടിൽ എൻട്രി എടുക്കാൻ നേരത്ത്, ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ നേരത്ത്. കാരണം അപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും മാനസികമായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഡിപ്രഷനോ അമ്മാതിരി കാര്യമൊന്നുമല്ല. ചെറിയ ഇമോഷണലായിട്ട് എങ്ങനെയൊന്നും സെല്ല് ചെയ്ത് കളയണം, നമുക്കത് ഹോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മൾ ലോസൊക്കെ വരാൻ നേരത്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടത്. നമുക്കതെല്ലാം വെച്ച് നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾ നല്ലൊരു ട്രേഡർ ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് വരാം. ഇങ്ങനെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ചാർട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കാനും, പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് വെക്കുന്ന ചാർട്ടിനകത്ത് ഇതേപോലത്തെ പാറ്റേൺസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോക്കകത്ത് കണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. പതുക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് വരാം. അപ്പം ഇത്ര നേരം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഈ വീഡിയോയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് ചുരുക്കി നമുക്ക് ടൈം ഒന്ന് കുറയ്ക്കാം. ഇത്രേ ഉള്ളൂ. നമ്മൾ റെസിസ്റ്റൻസ് എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്കിത് കാണാമല്ലോ, പല രണ്ട് റെസിസ്റ്റൻസ് കിട്ടി നമ്മളിത് കണക്ട് ചെയ്യുന്നു. അപ്പം 2024 വരെ നമുക്ക് നീട്ടി വരയ്ക്കാം. ഇത്രയും മതിയാവും. അപ്പോൾ താഴെയായിട്ട് നമുക്കൊരു സപ്പോർട്ട് ഇതിന് പാരലായിട്ട് വരയ്ക്കാം. പാരലായിട്ട് വരയ്ക്കുമ്പോൾ ഓർക്കുക, ചിലപ്പോൾ ഇത് മുട്ടിയില്ല, ഫ്യൂച്ചർ മുട്ടിയില്ലെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് വരയ്ക്കാം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് സപ്പോർട്ടിലേക്കുള്ളൊരു പോക്ക് വായിക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ അതൊന്ന് ചേർത്ത് വരയ്ക്കുവായിരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ മനസ്സിലായോ. അത്രേ ഉള്ളൂ. ഇത് ഈ ചാനലിൽ തന്നെ പോവോ ഇല്ലെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിൽ എൻട്രി എടുത്താൽ എന്ത് പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ചിലവർ ചാടി കയറി പ്രൈസ് ആക്ഷൻ ഒന്നും നോക്കാതെ, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഐഡിയകളെല്ലാം കിട്ടും. അല്ലെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്യാനുണ്ട്. പക്ഷെ അവിടെ ചാടി കയറി പലരും എടുക്കും. നമ്മൾ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടു. അപ്പോൾ എന്ത് പറ്റും? താഴോട്ട് പോകുന്നു. അതായത് കണ്ടോ, എത്ര രൂപയായി കിടന്നത്? 300 കിടന്നത് 200 ആയി, അല്ല 100 ആയി. അപ്പോൾ അതിൻ്റെ തിരിച്ച് വീണ്ടും ഒരു പോക്കാണ്. അതുകൊണ്ട് അവിടെ പോകുന്നു, വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സപ്പോർട്ട് ഏരിയ തിരിച്ച് വന്നു. ഇവിടെ ഒരു ബുള്ളിഷ് മർബോസ് പോലെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വോളിയം ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. നമുക്കിവിടെ ഒരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ അത് വെച്ചിട്ട് നമ്മുടെ റിസ്ക് റിവാർഡിന് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എൻട്രി എടുക്കുക. ഒരു 1:2 നമ്മൾ ആ ഒരു ഏരിയയിൽ എടുത്ത് നമുക്ക് അത് കിട്ടുമോ എന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വീക്കിലി ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം ഒത്തിരി നാൾ കിടക്കേണ്ടി വരും. കാരണം ഒരു വീക്ക് എടുക്കുമല്ലോ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇതാ മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ട് നമ്മുടെ ടാർഗറ്റ് എത്തുന്നേ ഇല്ല. അപ്പോൾ താണ്ട നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് എത്തി. നമ്മളത് അവിടെ സെല്ല് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കുണ്ടോ അതുകൊണ്ട് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്കത് കിട്ടി. അതിനർത്ഥം എന്താ, 3 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 1 രൂപ നഷ്ടം ഉണ്ടാക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ. കാരണം ഷെയർ മാർക്കറ്റ് എപ്പോഴും റിസ്ക് ആയിട്ട് മാനേജ് ചെയ്യും. ഇവിടെ നല്ല രീതിയിൽ വോളിയം ഉണ്ട്. ഷെയർ മാർക്കറ്റ് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നല്ലൊരു ട്രെൻഡിനനുസരിച്ചിട്ട് നല്ല പാറ്റേൺസും 2-3 കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തൊക്കെ കയറാൻ നേരത്തൊക്കെ കുഴപ്പമില്ലാത്തൊരു എൻട്രി എക്സിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയോടെ അപ്ലൈ ചെയ്യാം. പിന്നെ റെസിസ്റ്റൻസ് ഏരിയയിലോട്ടാണ് പോകും. നമ്മളത് കയറി റെസിസ്റ്റൻസ് ഏരിയ വരെ ഒന്ന് എൻട്രി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിലവർ അത് തന്നെ അവിടെ വരെ എടുക്കും. പക്ഷേ ഓക്കെ, ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് താഴെ,
10 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു 7 രൂപ വരെയൊക്കെ നമ്മൾ എൻട്രി എടുക്കാറുള്ളൂ. അല്ല പോട്ടെ. അതുകൊണ്ട് ഇത്രയും നാളായിട്ട് നമ്മളത് ഈ ഒരു പാറ്റേണിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല കണ്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം ബൈ ചാൻസ് നമ്മുടെ വ്യൂവിനെതിരായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താണ്ടിത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. സോറി, നമുക്ക് ചാർട്ടിലോട്ട് തന്നെ വരാം. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല, സോറി, ആ ഒരു ഏരിയയിൽ നല്ലൊരു അത് കിട്ടിയില്ല. അവിടെ ബ്രേക്ക് എടുക്കാൻ നോക്കുന്നു, വീണ്ടും താഴോട്ട് ഫോൾ ആവുക. അവിടെ നല്ലൊരു ക്യാൻഡിൽ അവിടെ കിട്ടിയിട്ടില്ല കണ്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ അവിടെ വന്നിട്ടില്ല. അവിടെ താഴോട്ട് പോയാണ്ടോ. അതൊരു കൊറോണ ടൈമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ആ ഏരിയ, സോറി സപ്പോർട്ട് ഏരിയ തന്നെ അവിടെ കണ്ടോ. റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നോർത്ത് നോക്കി, റീവൈൻഡ് ചെയ്ത് നോക്കി. നമ്മുടെ മറ്റേ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസ് സപ്പോർട്ട് വീഡിയോക്കകത്ത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുമെന്നും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അതൊരു സപ്പോർട്ടായിട്ടാണ് പിന്നെ ആക്ട് ചെയ്യാൻ ചാൻസ് എന്നാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ ഫസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞത്. നമ്മൾ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ കാണുക നിങ്ങൾക്കും അത് പതുക്കെ മനസ്സിലാവും. വീണ്ടും ഒന്നുകൂടെ ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒന്നുകൂടെ പ്ലേ ചെയ്യുക. നമ്മൾ ജസ്റ്റ് വേണ്ടി ഇങ്ങനെ ഒന്ന് വരച്ചു. അത് തിരിച്ചൊരു റീവൈൻഡ് വന്നപ്പോഴത്തേക്ക് കണ്ടോ, നമ്മുടെ ആ ഒരു കൃത്യമായിട്ട് ചാനലിൽ തന്നെ പിന്നെ തിരിച്ച് കയറി. ഇവിടെ നമുക്കൊരു എൻട്രി പോയിന്റ് വന്നതാണ് കണ്ടോ. റിസ്ക് എല്ലാം മാനേജ് ചെയ്യാൻ എൻട്രി എടുക്കുക. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ എത്ര % മൂവ് വന്നത് കണ്ടോ. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഓക്കെ റെസിസ്റ്റൻസ് വരെ പോകണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 100% എടുത്ത് മൂവ്മെൻറ്റ് നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അറിയാതൊരു എൻട്രി എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് നമ്മളെ രക്ഷിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും പ്ലാൻ ചെയ്യണം. അവിടെ പിന്നെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴേക്ക് വരുന്നു കേട്ടോ. റെസിസ്റ്റൻസ് സപ്പോർട്ട് ആ രീതിയിൽ തന്നെ പോകുന്നതുണ്ടോ. അതാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു ചാർട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല രസം തോന്നില്ലേ. നമ്മളിപ്പോഴും 1-2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് മാത്രം ഒരു എൻട്രി എടുക്കുക. നമുക്ക് തൽക്കാലം കണ്ടോ വീണ്ടും ആ ഒരു ഏരിയ പല പാറ്റേൺസൊക്കെയാണ് അവിടെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിപ്പോഴും ഒരു 1-ലധികം കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നമ്മുടെ റിസ്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം ഒരു എൻട്രി എടുക്കുക. നമ്മളെപ്പോഴും ഒരു മുകളിൽ കയറി എൻട്രി എടുത്താൽ താഴോട്ട് ഒറ്റ വീഴ്ചയായിരിക്കും. ഉയരം കൂടുന്നത് നമ്മുടെ വീഴ്ചയുടെ ആഴവും കൂടും. അപ്പോൾ നമ്മളൊരു താഴത്തെ ഒരു ലെവലിൽ നിന്ന് മാത്രം ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതും റിസ്ക് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ മാത്രം നമുക്കൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മേടിക്കുക. ഓക്കെ, ഇത് പോട്ടെ, റീപ്ലൈ മോഡ് പോട്ടെ. അപ്പോൾ കണ്ടത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഏരിയ അടുത്തുവരെ പോയേക്കാം. ഇവിടുന്ന് റിവേഴ്സിൽ വരുമോ, ഇത് ബ്രേക്ക് ചെയ്യുമോ നമുക്ക് കണ്ടറിയാം. അതെങ്ങനെ നേരത്തെ അറിയാമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ചാർട്ടൊക്കെ നമ്മൾ വരച്ച് വെച്ചു. പിന്നെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വേറെ എൻട്രി ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മളിവിടെ ചരിച്ച് വരച്ചു. ഇവിടെ നല്ലൊരു ബ്രേക്കിംഗ് ഏരിയ വന്നു. നമുക്ക് കണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കടന്ന് എൻട്രി എടുക്കാനുള്ള രീതിയിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. ഇവിടെയൊക്കെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ തൊട്ട് നല്ല സ്വിംഗ് ലോ ഒക്കെ ഒന്ന് വെച്ച് നോക്കത്തുള്ളൂ. നമുക്കൊരു 1:2 എങ്കിലും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കത്തില്ല. ഒരു 1:2 അല്ലെ 1:1 ഒട്ടും മാർക്കറ്റ് ഫേവർ 1:1.5 വരെ എടുക്കുന്നതും തെറ്റൊന്നുമല്ല. വേണ്ടോ, നമുക്ക് ആ ഒരു ഏരിയ വരെ നമുക്കൊരു 41% എടുത്ത് ഒരു 40% എടുത്തൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടി. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് നോക്കിയിട്ടാണ്. അതെങ്ങനെ ഇവിടെ വോളിയം ചെറിയ രീതിയിലൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, നല്ലൊരു ക്യാൻഡിലാണ്. ഈ ചെറിയ വിക്കൊക്കെ പോട്ടെ എന്ന് നോക്കാം. പക്ഷേ വലിയ വിക്കൊക്കെ വരത്തില്ലേ, ഇതുപോലൊക്കെ വിക്ക് വന്നാൽ വലിയൊരു അത് കൊടുക്കാതിരിക്കും. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ കണ്ടറിയാം. ഇവിടുന്ന് റിവേഴ്സ് വരുമോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെ. അപ്പോൾ നിങ്ങളും ചാർട്ടുകളെല്ലാം വരച്ച് നോക്കുക. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റും. 100% ഉറപ്പ് ഞാൻ തരാൻ പറ്റും, എനിക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾ കൂടുതൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊരു മൈൻഡിൽ റെക്കോർഡാവും. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പോലും ഞാൻ വായിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചാർട്ട് ചെറുതാക്കി ഒന്ന് നടുകോട്ട് വെക്കാം. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വരയ്ക്കാനും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ പറ്റും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ അത്രയും നല്ലത്. പോട്ടെ, നിങ്ങൾക്ക് ജോലി കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും പഠിക്കുന്നവരായിരിക്കും, അങ്ങനെ ഒരുപാട് പേര് ഉറപ്പായിട്ടും വീഡിയോ കാണും. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാനത് ആകെ പറയുന്നൊരു കാര്യം, നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പോലും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താം. എനിക്കറിയാം വീഡിയോസ് ഒരുപാട് നീണ്ടു പോകാറുണ്ട് പലപ്പോഴും ഒന്ന്. അപ്പം
ഞാനതിന് പറയുന്നൊരൊറ്റ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോ കാണുന്നവർക്കറിയാം 100% നോളജ് കൊടുക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അതൊരു ബുദ്ധിമുട്ടാകത്തില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.